അടുത്തല്ലേ, എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവരങ്ങ് എഴുതി തള്ളരുത്, അവർക്ക് നല്ലവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ നന്നാവും. ഉസീകും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും അറഖു അഫ്ഇദ. അവരുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഒരു ലവ് മെസ്സേജൊക്കെ വരുമ്പോഴേക്കും അവർ വീഴുന്നത്. റബ്ബേ, ഇവൾ ഇന്നെ എത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. കൽബ് വളരെ സോഫ്റ്റായി ടീനേജേഴ്സിൻ്റെ പെട്ടെന്ന് വീഴും. ഇവൾ പറയുകയാണ് എനിക്ക് നിങ്ങളല്ലാതെ ഒരാൾ വേണ്ടട്ടോ. ആരോടെ പറയും? +2 വിദ്യാർത്ഥിയോടൊക്കെ പറയണ്ടാവുക. രാജു അങ്ങനെ അനുഭവങ്ങളുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് രാജേഷ്, ഷൊർണൂരിൽ നിന്ന് വരിക. അൽഹംദുലില്ലാ. അപ്പോൾ അറഖു അഫ്ഇദതൻ, വളരെ സോഫ്റ്റാണ് അവരുടെ ഹൃദയം, വളരെ സോഫ്റ്റാണ്. ചെറുപ്പക്കാർ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒളിച്ചോടി പോണത്. അവർക്ക് അറിയില്ലല്ലോ. 4 ചിരഞ്ജിൽ റഹ്മാനായ റബ്ബേ, അങ്ങനെ ചാടിപ്പോയ വലിയ വലിയ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ പറഞ്ഞ കഥ അവരെ കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നിരുത്തിയപ്പോഴേ ആരുടെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്നവൻ്റെ കൂടെ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ ചാടിപ്പോയപ്പോൾ എന്ത് ഈ പോവാൻ കാരണം, എനിക്ക് അയാളുടെ വിറ്റും ഹ്യൂമറൊക്കെ നല്ല ഇഷ്ടമായി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അറഖു അഫ്ഇദതൻ, ഇത് വീണുപോകുന്നവരാണ് ചെറുപ്പക്കാർ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ ലഖദ് ബഅസനി അല്ലാഹു ബിൽ ഹനീഫിയത്തി സംഹ ഫഹാലഫനി അശ്ശബാബ് വഖാലഫനി അശ്ശുയൂഖ് എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഇസ്ലാം എന്ന ജീവിത പന്ഥാവുമായി അള്ളാഹു എന്നെ പറഞ്ഞയച്ചപ്പോൾ ഋജുവായ ജീവിത രീതി, അംബിയാഇന്റെ കൈകളിലൂടെ കടന്നു വന്ന ആ സന്ദേശം ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ ഫഹാലഫനി ശബാബ്, എൻ്റെ കൂടെ നിന്ന് പോരാടിയത് യുവാക്കളായിരുന്നു. വഖാലഫനി അശ്ശുയൂഖ്, പ്രായമുള്ള ആളുകൾ എനിക്കെതിരായിരുന്നു. അന്ന് അബൂജഹലിനെ പോലെയുള്ളവർ, ഉത്ബയെ പോലെയുള്ളവര്. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നവരെ, എൻ്റെ കൂടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കൂടെ നിന്നവർ ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ എന്ന് ആ നന്മയോർത്ത് പറയുന്നു പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടല്ലേ. എൻ്റെ കൂടെ അന്ന് ഒപ്പം നിന്നത് ചെറുപ്പക്കാരാ, അതുകൊണ്ട് അവരോട് നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അവരെന്ത് ചെയ്യണം? നന്നാക്കിയെടുക്കണം എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ 16 വയസ്സ് പ്രായമുള്ള ടീനേജറുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞുവല്ലോ, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. ഇപ്പം എന്താ വേണ്ടതില്ലേ? നബി അങ്ങോട്ട് പറ, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഫലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. മുആദേ സ്നേഹത്തോടു കൂടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദിക്ർ ചൊല്ലാൻ മറന്നു പോവല്ലേ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ റബ്ബേ. ചെറുപ്പക്കാർക്ക് അത് ആവശ്യമാണ്. അള്ളാഹനെ ഓർമ്മ വരണം, അതൊരു വിഷയമാണ്. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണം എന്ന് ചൊല്ലാതെ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞും അങ്ങ് എഴുന്നേൽക്കരുത്. ഇതെങ്ങനെയാ പറഞ്ഞു കൊടുത്തതെന്നാ രസം. തോള് പിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ. ചെറുപ്പക്കാർ ചിലപ്പോൾ അവരുടെ അറ്റയർ, അവരുടെ വസ്ത്രവിധാനം കണ്ടാലോ ഹെയർ സ്റ്റൈൽ കണ്ടാലൊക്കെ ചിലപ്പോൾ ഉസ്താദന്മാർക്കൊക്കെ വല്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ചില ഖത്തീബ്മാരൊക്കെ നല്ല ചീത്ത പറയലുണ്ടാവും. എന്നാലും ആ കുട്ടികളിൽ നന്മ കാണും, നമുക്കറിയില്ലല്ലോ. അല്ലാമ സുയൂത്തി തങ്ങൾ പറയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു. യൗമ കാന യസ്ജുദു അമാമ സ്വനം, അന്ന് ബഹുമാനപ്പെട്ടവർ ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. എന്നാലും ഈ ഉമർ ഇസ്ലാമിന്റെ പോരാളിയായി വരാൻ പോകുന്ന ഖലീഫയാണെന്ന് റബ്ബിനറിയാം. ഉമർ തങ്ങളെ അന്നും അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. എത്രയോ കള്ളുകുടിയന്മാർ, മുഴുകുടിയന്മാർ നന്നായ പിന്നെ പിടിച്ചാൽ കിട്ടൂല എന്നാ. ഇടക്ക് കുടിക്കണമില്ല, അങ്ങനെ കുടിച്ചു പോകും.
കുടിച്ച് പൂസായി എല്ലാ ലെവലും തെറ്റിയവരൊക്കെ നന്നായാലേ വല്ലാത്ത നന്നാവലാവും. സുബ്ഹാനല്ലാഹ് അല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? വലിയ നന്നാവും. പക്ഷെ മനുഷ്യന്മാർ പിന്നെ പഴയ കഥ പറയും, നമ്മളൊക്കെ കുഴപ്പമാണത്, നന്നായി ഇപ്പോൾ വലിയ ആളായിട്ട് വലിയ കാര്യമാണ്. ഇപ്പോൾ അന്ന് റോഡ് സൈഡിൽ മണ്ണാർക്കാട് വീടാണെന്ന് ഞങ്ങളല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ഇവിടെ ഈ കുട്ടിയൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പഴയ കഥ പറയും. അങ്ങനെ പറയരുത്. അള്ളാഹു പുറത്തു കൊടുക്കാനൊരു റമദാൻ മാസമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് നിസ്കാരമൊക്കെ തുടങ്ങാൻ വേണ്ടി പള്ളിക്ക് വന്നാൽ അല്ലടോ ഇത് സിനിമാ തിയേറ്റർ അല്ലട്ടോ ഒക്കെ പെച്ചോ, അങ്ങനെയല്ല പറയേണ്ടത്. സുഹൃത്തെ, നിസ്കാരം എന്തായാലും ചൊല്ലേണ്ടതെന്നൊക്കെ അറിയോ? ഞാൻ പഠിപ്പിച്ചുതരാം. നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റിൻ്റെ കൂടെ ഇരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നിനക്ക് സുജൂദ് പറയേണ്ട ദിക്ർ ഞാൻ പഠിപ്പിച്ചുതരാം. ഖുർആൻ ഓതണ്ടേ, ഒരു 10 മിനിറ്റ് ളുഹറിൻ്റെ ശേഷം ഇന്ന് ഞാൻ നിനക്ക് ഖുർആൻ ഓതിത്തരാം. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യും? നിരുത്സാഹപ്പെടും. പിന്നെ അവൻ വഴിക്ക് വരില്ല. അപ്പോഴാണ് ചിലരൊക്കെ അള്ളാനെ പേടിച്ചിട്ട് പള്ളി കയറാൻ തോന്നണില്ല, പേടിയുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഹൃദയം വളരെ ലോലമാണ്. അതുകൊണ്ടാണ് യൗവനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തീരുമാനിക്കും ഏത് റൂട്ടിലൂടെ പോകണം. അവൻ നിരീശ്വരവാദിയായി പോകണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോവേണമോ, ഏത് ചിന്താഗതി വേണമോ. ടീനേജറാകുന്ന സമയത്തുണ്ടാകുന്ന സ്പെയിനിൽ മുസ്ലിമീങ്ങൾ 600 കൊല്ലം ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. 600 കൊല്ലം 600 കൊല്ലത്തെ ഭരണം നടക്കുമ്പോൾ യൂറോപ്യരായ ചില ജൂതന്മാർ, അന്ന് ഇസ്രായേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെ എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം? വലിയൊരു പ്രതിസന്ധിയാണ് മുസ്ലിമീങ്ങളുടെ സമീപനം. നഗ്നതയ്ക്കെതിരാണ്, അടിഞ്ഞാട്ടത്തിനെതിരാണ്. എങ്ങനെ നന്നാക്കണം എന്ന്, എങ്ങനെ ഇവരെ കേടുവരുത്തണമെന്ന് ആലോചിച്ച് ഒരുപാട് തവണ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് യൂറോപ്പ് കണ്ട പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു കൊർഡോവ, ജാമിഅത്തുൽ ഖുർത്തുബ, കൊർഡോവ യൂണിവേഴ്സിറ്റി. നല്ല പഠനമാണ്. ഈ പോക്ക് പോയാൽ അവരെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. 6-7 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോളേജിൻ്റെ അരമതിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ ചെന്ന് ചോദിച്ചു, അല്ല മോനെ, എന്താ നിൻ്റെ വിഷയം? പറഞ്ഞു, എൻ്റെ ലവറുമായി ഞാനിപ്പോൾ ആകെ ബ്രോക്കപ്പാണ്, എൻ്റെ കാമുകിന്നിട്ട് പോയിട്ടുണ്ട്, ആ സങ്കടത്തിലാണ്. അവിടെ അദ്ദേഹം ഇവരെ പിടികിട്ടി, ഇനി പിടിച്ചാൽ കിട്ടും. സുബ്ഹാനല്ലാഹ്. പഠനത്തിൽ നിന്ന് കൗമാരത്തിൻ്റെ ശൈഥില്യങ്ങളിലേക്ക് എപ്പോൾ ഈ സമൂഹം വഴുതി വീഴുന്നോ അവരെ പിടിച്ചാൽ കിട്ടും, അവരെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് സ്പെയിനിൽ നിന്ന് നമ്മളെ തുരത്തി ഓടിക്കേണ്ടതിൻ്റെ ആദ്യപടി അവർ രേഖപ്പെടുത്തി വെച്ചത് ഒരു കാമുകൻ തൻ്റെ പ്രേമ ബന്ധത്തിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ ദുഃഖം നടിച്ചിരിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അറഖു അഫ്ഇദതൻ. എന്നാലും നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം. നബിയുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു കേസ്. നബിയെ, ഇസ്ലാം നിസ്കരിക്കാൻ എനിക്ക് കുഴപ്പമില്ല നബിയെ, നോമ്പ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, സക്കാത്ത് മുതലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം, ഹജ്ജ് ഒരു പ്രശ്നമില്ല, അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞതെല്ലാം ഞാൻ ഒഴിവാക്കാൻ റെഡിയാണ് നബിയെ, പക്ഷേ കാണാൻ ചുരുക്കുള്ള പെമ്പിള്ളേരെ കണ്ടാൽ എനിക്ക് അവരെ പിന്നാലെ പോകണം, ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് നബി, അതിനൊരു ഇളവങ്ങ് തന്നാൽ ബാക്കിയൊക്കെ ഞാൻ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ അദ്ദേഹം ധൈര്യപ്പെട്ടതാണ്. നബി തങ്ങളുടെ സ്വഭാവ ഗുണമെന്നാണ്. ഞാനിത് പറഞ്ഞ അടി കിട്ടുമെങ്കിൽ തങ്ങളോട് പോയി പറയില്ലല്ലോ, തങ്ങൾ ചീത്ത പറയില്ല എന്നറിയാം. ഇദല്ലി ബിസിന, വ്യഭിചാരം എനിക്ക് ഹലാലാന്ന് തങ്ങളെന്ന് പറഞ്ഞെന്ന് അങ്ങ് ശാരിഅൻ, ശർഅ് ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് നബിയെ എനിക്കൊരു ഇളവ് തരുമോ? ഇത് ചോദിച്ചു വന്നു നാം നമ്മുടെ പ്രബലമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തങ്ങൾ പറഞ്ഞു, ഇരിക്കും മോനെ, ഇരിക്കുന്നു പറഞ്ഞു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 2 ദുആ ചെയ്തു കൊടുത്തത്. 2 ദുആയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, അല്ലാഹുമ്മഗ്ഫിർ ദംബഹു. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സ് നന്നാക്കി കൊടുക്കു റബ്ബേ. വഗ്ഫിർ ദംബഹു, അവൻ്റെ തെറ്റ് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നുബുവത്തിന്റെ പ്രകാശം കിട്ടിയ പരിശുദ്ധ ഹബീബിന്റെ പുണ്യമായ കരം ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹബീബ് ചെയ്ത പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു അല്ലാഹുമ്മഗ്ഫിർ ദംബഹ്. ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കല്ലാ, മോശമായ ചിന്തകൾ ഇല്ലാതെയാക്കി കൊടുക്കല്ലാ. അല്ലാഹുവേ, ഇയാൾക്ക് പുറത്തു കൊടുക്കണമേ. ചോദിച്ചു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ പെങ്ങളെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പ്രായപൂർത്തിയായ മോള് നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, അവൾ നടന്നു വരുമ്പോൾ ഏതെങ്കിലും പൂവാലന്മാർ പിന്നാലെ കൂടുന്ന നിങ്ങൾ സഹിക്കോ?
നിങ്ങളുടെ ഉമ്മയെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതോ അപമര്യാദയായി പെരുമാറുന്നതോ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല നബിയേ, ഇല്ല നബിയേ.